ഹലോ, ഞാനിപ്പോ അവിടെ നിൽക്കണേന്നുള്ള ഐഡിയ ഉണ്ടോ? ഞാനിപ്പോ ചെറായി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയേക്കത് കുഴിപ്പള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മെയിൻ റോഡ് ഇത് ഒരു ചെറിയ പോക്കറ്റ് റോഡൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഒരു വഴി കൂടെ കയറിയൊക്കെയാണ്. ശരിക്കും ഇത് നമ്മുടെ ചെറായി ആ ഒരു ഭാഗത്തേക്കുള്ള ഒരു എൻട്രൻസ് പോലെയാണ് കാണുന്നത്. രണ്ട് സൈഡും കെട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലൊക്കെ കംപ്ലീറ്റ് കെട്ടുകളും കാര്യങ്ങളൊക്കെ. ഇപ്പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു തൂമ്പ് എന്നാണ് പറയുന്നത് ഈ സംഭവത്തിന്. അതായത് മീൻ കെട്ട് നോക്കുന്ന ആൾക്കാരൊക്കെ വിശ്രമിക്കുന്ന ഒരു സ്ഥലം. ഓക്കെ, അപ്പുറത്തെ സൈഡിലൊക്കെ ഒന്ന് പോയിട്ട് കാണാം. അപ്പൊ റോഡ് സൈഡ് ഇങ്ങനെ കയറി കയറി ഇങ്ങനെ വരുമ്പോ തൂമ്പ് എന്ന് പറഞ്ഞ സംഭവം ഇവിടെ ഒരു തട്ടൊക്കെ അടിച്ചിട്ട് ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ കയറി വിശ്രമിക്കും. അതായത് രാത്രി സമയത്തൊക്കെ കെട്ട് തുറന്നു വിടണമെങ്കിലോ അങ്ങനെ വെള്ളം കയറുമ്പോഴൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരോട് ആവശ്യമുള്ളൂ. അപ്പൊ അവർക്ക് വിശ്രമിക്കാൻ വേണ്ടിയുള്ള ഒരു സെറ്റപ്പ്. ഇത് നമ്മളുടെ കെട്ട് ബാലൻസ് ചെയ്യുന്ന ഒരു സംഭവം. അതായത് ഒരു സൈഡിൽ വെള്ളം കൂടുമ്പോൾ എന്ത് ചെയ്യും, ഒരു സൈഡിലേക്ക് തുറന്നു വിടും. ബാലൻസിങ്ങിന് പോലെ ഒരു നറുക്കൊരു വല പോലെയൊക്കെ വെക്കും. ഇപ്പൊ മീനുകൾ എന്ത് ചെയ്യൂല, അപ്പുറത്തേക്ക് പോകില്ല, വെള്ളം മാത്രം അപ്പുറത്തേക്ക് ഫിൽട്ടർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അതാണ് ഈ ഒരു സെറ്റപ്പ്. ഓക്കെ, അപ്പൊ ആ സൈഡിലൊക്കെ നോക്കുമ്പോൾ ഒരുപാട് ബാക്ക് വാട്ടേഴ്സ് അതുപോലെ നമ്മളുടെ എന്താ പറയാ കെട്ടുകളും അതിന് നടുക്കേക്കൂടെ ഒരു റോഡും പോകുന്നു. അപ്പൊ ഈ റോഡ് സഞ്ചരിച്ച് പോകുമ്പോഴാണ് മുനമ്പം എന്ന് പറഞ്ഞ സ്ഥലം, കുഴിപ്പള്ളി, ചെറായി ബീച്ച് കാര്യങ്ങളൊക്കെ. ആ സൈഡിലേക്കാണ് നമ്മൾ സഞ്ചരിക്കാൻ പോണെ. ആ ഡെസ്റ്റിനേഷനിലോട്ട് പോകാം. ഓക്കെ, അപ്പൊ വെയിൽ കൂടി വരുന്നു. നമ്മൾ പയ്യെ ഇവിടുന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകുന്നു. ഇപ്പൊ നട്ടുച്ചക്കിന് ഇറങ്ങി ഇറക്കണ പേര് കൂടി വരെയാണ് നമ്മള് സ്പ്രൈറ്റ് ഒക്കെ ഒഴിച്ചിട്ട് ഇറങ്ങാൻ പോയത്. ബീച്ച് സൈഡിലോട്ട് എത്തി. ആ റോഡിൽ ഒന്ന് കയറി ഡ്രൈവ് ചെയ്ത് ബീച്ച് സൈഡിലോട്ട് എത്തി. ഈ അറ്റം എന്ന് പറഞ്ഞാല് മുനമ്പം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ആ ഭാഗത്തേക്ക് നമ്മൾ പോകാൻ പോളെ. ജസ്റ്റ് ഇവിടെ ഒന്ന് ബീച്ച് സൈഡൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാം. ഈ റോഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റോഡ് ആ സൈഡ് ആയാലും ഈ സൈഡ് ആയാലും നിറച്ചും ഈട്രീസും കാര്യങ്ങളൊക്കെയാണ്. പുതിയതായിട്ടുള്ള ഹോട്ടലുകൾ, അതുപോലെ തന്നെ റിസോർട്ടുകൾ കാര്യങ്ങളൊക്കെ. ഒരു കോസ്റ്റൽ ലൈനിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഫിഷ് ഫുഡും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഫ്രഷ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. ഒരു കടയിലോട്ട് നമുക്ക് പോവാം. ഇപ്പൊ ജസ്റ്റ് ആ ബീച്ച് സൈഡിലൊക്കെ ഒന്ന് പോയിട്ട് ഇറങ്ങാം. ഇത്തിരി ജസ്റ്റ് ഒരു കയറി തന്നെ ബീച്ച് ഏരിയ. അവിടെ ഒരു കട കാര്യങ്ങളൊക്കെ ഉണ്ട്. രുചിക്കൂട്ടും എന്ന് പറഞ്ഞ കട. ഇപ്പൊ ഓപ്പൺ അല്ല, വൈകിട്ട് ഓപ്പൺ ആവുമായിരിക്കും. 11:30 സമയം, അതുകൊണ്ടായിരിക്കും. അപ്പൊ ഇപ്പുറത്തേക്ക് വരുമ്പോഴേ നമ്മുടെ ബീച്ച് കംപ്ലീറ്റ് ബീച്ച് എത്തി. വള്ളങ്ങളൊക്കെ കയറ്റിയിട്ടേക്കുള്ളൂ. കുഴിപ്പള്ളി ഏരിയ, ഈ ഏരിയ സ്ട്രെച്ച് കംപ്ലീറ്റ് എന്താ പറയുക, കുഴിപ്പള്ളി എന്നാണ് പറയുന്നത്. നമ്മളിപ്പോ ബീച്ച് ഇറങ്ങുമ്പോൾ തൊട്ട് ഊഞ്ഞാലൊക്കെ എറിയിക്കുന്നത്. ആ കട ഉണ്ടില്ലേ, കടയുടെ സൈഡിലായിട്ട് കുറെ ഊഞ്ഞാലിങ്ങനെ കെട്ടിക്കിട്ടിട്ടേക്കാണ്. പറഞ്ഞവർക്കൊക്കെ എന്ത് ചെയ്യാ, ഇവിടെ ഇരുന്ന ആളാ ഓർമ്മത്തുമ്പോ ഞാനും കയറിയിരിക്കുകയാണ്. എന്റെ ബാക്ക് സൈഡിൽ നിറച്ചും ചൂളമരമൊക്കെയാണ്. എന്റെ അടിയിൽ വന്നിരിക്കണം. ഇപ്പൊ കറക്റ്റ് എന്താ പറയാ തണലത്ത് വന്നിരിക്കുകയാണ്. ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ കുഴിപ്പള്ളി ബീച്ച്. പ്രോപ്പർ ഏരിയ ഞാൻ പറഞ്ഞല്ലോ, രക്തേശ്വരി എന്ന് പറഞ്ഞ ബീച്ച്. അത് ഇവിടെ കുറെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ മരം കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് എന്ത് ചെയ്യാം, വൈകുന്നേരമൊക്കെ വന്നിരിക്കാം. ആ സൈഡിലും കുറെ ഊഞ്ഞാലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യാൻ പോകുള്ളൂ. അടുത്ത ഡെസ്റ്റിനേഷൻ അതായത് മുനമ്പം ബീച്ച് എന്ന് പറഞ്ഞൊരു ഏരിയ. ഇപ്പൊ ചെറായി ബീച്ചിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മുനമ്പം കുഴിപ്പള്ളിയൊക്കെയാണ് കുറച്ചൊന്ന് ഹൈപ്പ് കിട്ടിയേക്കണേ. കാരണം ഒരുപാട് ഇപ്പോൾ ബീച്ച് ഏരിയ നോക്കിയിട്ടാണല്ലോ ആൾക്കാർക്ക് ഇറങ്ങാൻ പറ്റിയൊരു സ്ഥലം. കുറച്ചും കൂടി ബെറ്റർ ഈ സ്ഥലങ്ങളായിട്ട് വന്നു. ഓക്കെ, അപ്പൊ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകുന്നത് മുനമ്പം എന്ന് പറഞ്ഞ ബീച്ച്. അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ എറണാകുളം ജില്ലയുടെ ഒരു എൻഡാണ് ശരിക്കും പറഞ്ഞ മുനമ്പം എന്ന് പറഞ്ഞത്. അതാണ് ആ മുനമ്പ് എന്നുള്ളൊരു വാക്ക് കിട്ടിത്തുടങ്ങിയത്. ഓക്കെ, ആ ഡെസ്റ്റിനേഷനിലോട്ട് പോകണം. ഒരു 10 മിനിറ്റ് ട്രാവൽ ഉള്ളൂ ഈ ഭാഗത്തുനിന്ന്. വണ്ടി ഓടിച്ച് ആ ഭാഗത്തേക്ക് പോകാൻ പോകുന്നത്. ഓക്കെ, വെയിലാണെങ്കിലും അറിയുന്നില്ല, കാറ്റും. ഒരു കോസ്റ്റൽ ലൈനിൽ കൂടെയുള്ള യാത്രയല്ലേ ശരിക്കും പറഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. 12-12:30 ആവുന്ന സമയം ഇപ്പോൾ. നിങ്ങളൊക്കെ വരുമ്പോൾ ഒരു ഏകദേശം ഒരു വൈകിട്ടോ അത് രാവിലെയൊക്കെ എത്തിയാൽ ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കുക ശരിക്കും പറയാം. ആ ഭാഗത്തേക്ക് പോകാം. മുനമ്പം ബീച്ചിന്റെ ഭാഗത്തേക്ക് എത്തി. അതായത് ചെറായി മുനമ്പം അറിയാലോ, അധികം ഗ്യാപ്പില്ല, ഒരു 10 മിനിറ്റോളം ഡ്രൈവ് എടുത്തിട്ടുള്ള അത്രേ ഉള്ളൂ. അപ്പൊ വന്ന വഴി മൊത്തം ആ സൈഡായാലും ഈ സൈഡായാലും നിറച്ചും റിസോർട്ടുകളും കാര്യങ്ങളൊക്കെയാണ്. ചെറിയ ചെറിയ വീടുകളും കാര്യങ്ങളൊക്കെ റിസോർട്ടാക്കി മാറ്റി, ഹോം സ്റ്റേ ആക്കി മാറ്റി. അപ്പൊ ആൾക്കാരുടെ ഡിമാൻഡ് അനുസരിച്ചിട്ട് ബിസിനസ്സുകളും വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്ത്. ഇതാണ് മുനമ്പം ബീച്ചിന്റെ എൻട്രൻസ്. ഓക്കെ, ഒരു പുലിമുട്ട് പോലത്തെ സംഭവമാണ്, ഒരു നടപ്പാത പോലത്തെ ഒരു ബീച്ചാണ്. ബീച്ചിന്റെ ഉള്ളിലേക്കൊരു പണിത് വെച്ചേക്കുന്ന ഒരു സംഭവം. ആ ഭാഗത്തേക്ക് കയറിയിട്ട് വരാം.
കഴിഞ്ഞിട്ട് ഇങ്ങനെ നടന്ന് കയറിയാണ്. അതായത് മുനമ്പം ബീച്ചിലേക്ക് എത്തിയത്. മുനമ്പം ബീച്ച് എന്ന് പറയുമ്പോൾ ആ സൈഡാണ്. ഇത് ഒരു നടപ്പാത പോലെ ഉണ്ടാക്കിയിട്ടേക്കാണ്. പുലിമുട്ട് എന്ന് പറയും. കുറെ ഫിഷിംഗ് നെറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ ഈ ചെറിയ അവിടെ ഭാഗത്തൊക്കെയാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഉണ്ട്. വൈകുന്നേരങ്ങളിലാണ് ഈ സ്ഥലം ആക്റ്റീവ്. അവിടെ ഒരു ഹാപ്പനിങ് പ്ലേസ് ആണ് ശരിക്കും പറഞ്ഞപ്പോൾ. വൈകിട്ടാകുമ്പോൾ യങ്സ്റ്റേഴ്സ് ഒക്കെ ഒന്ന് ചിൽ ഔട്ട് ചെയ്യുന്ന ഒരു സ്ഥലം. അപ്പുറം ചെറിയ ഐസ്ക്രീമിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കപ്പ, മീൻ, ഫിഷ് ഫുഡും കാര്യങ്ങളൊക്കെ ലൈവായിട്ട് കൊടുക്കുന്ന സ്ഥലം കൂടിയാണ് ആ ഭാഗത്തുള്ള ചെറിയ കടകൾ. പുറത്തേക്കൊക്കെ വരുമ്പോൾ ചെറിയ ഫിഷിംഗ് നെറ്റ്സും കാര്യങ്ങളൊക്കെ കാണാം. വേറൊരു പ്രത്യേകത എന്ന് പറയും ഇവിടുത്തെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയാണെങ്കിൽ തൊട്ടപ്പുറത്ത് കാണുന്ന ആ ഒരു ഭാഗം അത് തൃശ്ശൂർ ജില്ലയാണ്. അഴീക്കോട് ബീച്ച് ഏരിയ. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമല്ലേ. ഇപ്പൊ എറണാകുളം ജില്ലേനെയും തൃശ്ശൂർ ജില്ലേനൊക്കെ ഒരു വേർതിരിക്കുന്ന ഒരു സ്ഥലത്താണ് ഇപ്പൊ നിൽക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഒരു അഴിമുഖം, അതാണ് ഈ സംഭവം. ഇപ്പൊ ചെറിയ ബോട്ടുകളൊക്കെ ഇങ്ങനെ പോകണ കാണാൻ പറ്റും. എന്തായാലും ശരിക്കും ഇവർ പോണത് മുനമ്പം ഫിഷിംഗ് ഹാർബർ ഏരിയയിലോട്ടാണ്. തൊട്ടപ്പുറത്താണ് ഹാർബർ ഏരിയ. വേറെ ദിവസം നമുക്ക് പോവാം. എന്തായാലും ഈ ഭാഗത്തേക്ക് കൂടെ നടന്നിട്ട് അങ്ങോട്ടേക്ക് പോവാം. അപ്പൊ അറ്റം വരെ എന്തുണ്ട്, നടപ്പാത ഉണ്ടാക്കിയിട്ടേക്കാണ് മുനമ്പം ബീച്ച് പുലിമുട്ട് എന്ന് പറഞ്ഞ സ്ഥലം. ഓക്കെ, അപ്പൊ ഫിഷിംഗ് നെറ്റ്സിന്റെ ആ ഭാഗത്തേക്ക് കൂടി പോകുമ്പോൾ നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് നടന്നിട്ട് പോവാം. ഈ ഒരു പോർഷൻ കണ്ടല്ലോ, ആ പോർഷനാണ് നമ്മുടെ പുഴ കടലിലോട്ട് കയറുന്ന ഒരു എൻ പോർഷൻ. ആ അറ്റം തൊട്ട് ഇങ്ങനെ വന്ന് ഇവിടെ എന്ത് ചെയ്യാണ്, നമ്മുടെ എറണാകുളം ജില്ല അവസാനിക്കുകയാണ്. തൊട്ടപ്പുറം തൃശ്ശൂർ ജില്ല സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. എറണാകുളം ജില്ല എൻഡ് ചെയ്യുന്നൊരു സ്ഥലം, എറണാകുളം ജില്ലയുടെ ഒരു മുനമ്പ് എന്നൊക്കെ അർത്ഥം വരുന്ന രീതിയാണ് മുനമ്പം എന്നുള്ള പേര് വന്നേക്കുന്നത്. ഓക്കെ, നമ്മൾ ഇനി ഇവിടുന്ന് ജസ്റ്റ് മൂവ് ചെയ്യുകയാണ്.